പീഡനവീരൻ രാഹുൽ, സൈക്കോപാത്തിന്റെ അങ്ങേയറ്റം കയറിയിട്ടുള്ള രാഹുൽ, ഫേസ്ബുക്ക് വീരൻ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന രാഹുൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടു. സംഘപരിവാറിന്റെ മുന്നിൽ വിജയൻ കുമ്പിട്ടിട്ടില്ല പോലും. അത് കുമ്പിടേണ്ടപ്പോൾ എല്ലാം കുനിഞ്ഞു നിന്ന് കുമ്പിട്ടിട്ടുണ്ട്. ഇതല്ല വിഷയം. കരിമണൽ കർത്തയുടെ മുന്നിൽ കുമ്പിട്ടതിന് കയ്യോടെ പിടികൂടിയതാണ്. ഈ കരച്ചിലും പ്രതിഷേധം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. വിജയൻ രാജിവെക്കുക എന്ന പരിഹാസം കലർന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് എന്നുള്ളതാണ്. നാണം കെട്ട രാഹുൽ, വൃത്തികെട്ടവനായ രാഹുൽ, ഈ നാടിൽ ഒരാൾക്ക് പോലും അനുകരിക്കാനാവാത്ത സ്വഭാവ വിശേഷമുള്ള രാഹുൽ വന്നിട്ട് ഇന്ന് വീണ്ടും കുരയ്ക്കുകയാണ് എന്നുള്ളതാണ്. രാഹുലെ മോനെ, കൂട്ടിയാ കൂടില്ലടാ, കൂട്ടിയാ കൂടില്ല. ഇന്നൊരാളുടെ മുമ്പിലും കുരിഞ്ഞു നിന്ന് താങ്ങി നിന്നതിന്റെ ഒരു ലക്ഷണമല്ല തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കണ്ണൂരും നീ കണ്ടതെന്നുള്ളതാണ്. 1000 10,000 KSUക്കാരോ എത്ര കോൺഗ്രസ്സുകാരോ വന്ന ഇതുപോലെ ഒരു ജനവികാരം, ഇതുപോലെ ഒരു പാർട്ടി പ്രവർത്തകരുടെ ഐക്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയോ? അവിടെയും ഉണ്ടാവും 40ഉം 400ഉം അഭിപ്രായങ്ങൾ. അവന് 2 എണ്ണം കൊണ്ടാലും കുഴപ്പമില്ലെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്ന കോൺഗ്രസിന്റെ വർഗസ്നേഹമുണ്ടല്ലോ, ആ വർഗസ്നേഹവും ഉണ്ടാകും എന്നുള്ളതാണ്. ഇതൊരു ഓർഗാനിക്കലി ഒത്തുകൂടി ഒരാഹ്വാനവുമില്ലാതെ വലിയ രീതിയിൽ ജനങ്ങൾ ആ പാർട്ടിയോടുള്ള സ്നേഹം കാണിച്ചുണ്ടായ വികാര വിക്ഷോഭങ്ങളാണ് അവിടെ കണ്ടതെന്നുള്ളതാണ്. രാഹുൽ എത്ര കൂട്ടിയാലും കൂടാത്തതായി മാറുന്നു എന്നുള്ളതാണ്. രാഹുലിന്റെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? ഒരു കപ്പ് എടുക്കട്ടെ, കപ്പ് എന്ന് പറഞ്ഞൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരു വേദിയിൽ പിണറായി വിജയൻ കപ്പിൽ ചായ കുടിക്കുന്നത് വലിയ വാർത്തയായി. എല്ലാം ഉള്ളിലിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, എല്ലാം ഉള്ളിലിട്ടിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്, പോലീസ് വലിയ രീതിയിൽ പിന്തുടർന്നത്, ഒളിച്ചോടിപ്പോയ രാഹുലിനെ വലിയ രീതിയിൽ ഈ നാട്ടിലെ മാധ്യമങ്ങൾ വലിച്ചു കീറി തേച്ചൊട്ടിച്ചത്, ഇത് മുഴുവനും രാഹുൽ മനസ്സിലിട്ട് ഏത് വിഷയം വന്നാലും രാഹുലിന് ഒരു മുഖം മിനുക്കലിന് വേണ്ടി രാഹുൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എത്ര കപ്പെടുത്ത് കപ്പ് കുടിക്കുന്ന പോസ്റ്റ് ഇട്ടാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു ചെയ്തികളും ഈ നാട് മറക്കില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ ലേബൽ പോലും ഇല്ലാത്ത രാഹുൽ പാർട്ടിയോട് മുഴുവനും ഒട്ടിച്ചേർന്നു നിന്ന് പാർട്ടിയുടെ എല്ലാ വിഷയങ്ങളോടും അഭിപ്രായം ഫേസ്ബുക്കിലൂടെ ഇട്ട് പാർട്ടി പരിപാടികൾക്ക് പോയി വിളിച്ചില്ലെങ്കിലും ഞാൻ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ പോകുമെന്ന് പറഞ്ഞ് ഒരു രീതിയിൽ PR വർക്കിന്റെ സ്വഭാവവിശേഷത്തോടു കൂടി രാഹുൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാരണവശാലും രാഹുലിനെ പാർട്ടിയിലേക്ക് എടുക്കാനോ രാഹുലിനെ ഒരു രീതിയിലും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനോ CPM-ഉം SFI-യും DYFI-യും അടങ്ങുന്ന പ്രതിപക്ഷ നിര സമ്മതിക്കില്ല എന്ന് ആവർത്തിച്ചു വീണ്ടും ഇടതുപക്ഷം വ്യക്തമാക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അതിജീവിതമാർ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അവരെ ബലാത്സംഗം ചെയ്തത്, അവരെ കൃത്യമായി മാനഭംഗപ്പെടുത്തിയത്, കൃത്യമായി ഗർഭചിത്രത്തിലേക്ക് അവരെ തള്ളിവിട്ടത്, ഇതിനൊക്കെ ആൻസർ വേണം. ഇതിനൊക്കെ കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇപ്പോഴും VD സതീശന് മുന്നിൽ മൂന്നാമത്തെ ഇര, ആ അതിജീവിത പരാതി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് VD സതീശനോട് ചോദിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞത് ഇന്നും ഈ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, മറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്ന് പറഞ്ഞു പോയത്. ഒരു രീതിയിലും ഏതൊരു വിഷയത്തിന്റെയും മറവ് പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കണ്ട. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ ഉണർവോടെ കാത്തിരിക്കും. ഒരു കാരണവശാലും തിരിച്ചുവരവ് നടക്കാത്ത രീതിയിലുള്ള ഒരൊറ്റപ്പെടുത്തലിന് വേണ്ടി.